അതിന്റെ കഥയെങ്കിലും പറ. പ്രശ്നങ്ങളൊന്നും ഒരിക്കലും ഒതുങ്ങുന്നില്ലല്ലോ സുമേഷ്. ആരുടെ ജീവിതത്തിലാ പ്രശ്നങ്ങൾ ഒതുങ്ങുന്നത്? വലിയ മലയാളം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സിനിമയായിരിക്കും എമ്പുരാൻ ആയിരിക്കണം. ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഓഡീഷൻ വേണമെന്ന് പറഞ്ഞാൽ ചേച്ചി അത് സ്വീകരിക്കുക? തീർച്ചയായിട്ടും, എന്തുകൊണ്ടില്ല. ഇപ്പൊ ഞാനും അനുരാഗുമായിട്ടുള്ള സൗഹൃദം തന്നെ കുറെ വർഷങ്ങളായിട്ടുള്ളതാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാതിൽ ഇതിൽ സ്റ്റഡ് ഇട്ടപ്പോൾ വേദന എടുക്കാം. അപ്പോൾ അങ്ങനെ സുമേഷിന് പരീക്ഷിച്ചു നോക്കാം. അതെ, ഞാൻ രണ്ട് കാലം മാറുന്നതിനനുസരിച്ച് സിനിമയുടെ ഫ്ലേവർ മാറുന്നതിനനുസരിച്ച് പ്രേക്ഷകരുടെ അഭിരുചിയും അവരുടെ എക്സ്പോഷറും അവരുടെ ഇതൊക്കെ ഉൾക്കൊള്ളാനുള്ള പ്രേക്ഷകരുടെ ഒരു മൈൻഡ് സെറ്റും വലുതായിട്ടുണ്ടെന്നാണ്. നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിലാണ് 18+ എന്നുള്ളൊരു ടാഗ് നമ്മൾ വെക്കുന്നത്. അത് ഏതെങ്കിലും പ്രേക്ഷകർക്ക് കുഞ്ഞുങ്ങളെ വേണ്ട, അല്ലാതെ ഒന്ന് പോയി കണ്ടു നോക്കാം എന്ന് തോന്നുകയാണെങ്കിൽ ആ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. അനുരാഗ് കശ്യപ് പ്രസൻസ് എന്നാണ് ഈ ഒരു കൊളാബറേഷൻ എങ്ങനെയാണ് ചേച്ചി പറയുന്നത്? ഞാൻ അനുരാഗിൻ്റെ അടുത്ത് ഈ സിനിമ കണ്ടു നോക്കാൻ റിക്വസ്റ്റ് ചെയ്തു. റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം സിനിമ കണ്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് പ്രസന്റ് ചെയ്യാം എന്ന് അദ്ദേഹം പറയുകയായിരുന്നു. അങ്ങനെയാണ്. ശരിക്കും നമുക്കിപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 6 വർഷത്തിനുള്ളിൽ സിനിമയുടെ ബൗണ്ടറി ഇല്ലാതാവും തോന്നിയിട്ടുണ്ട്. ഇപ്പം അവിടെ നിന്നുള്ള ആൾക്കാർ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇവിടുത്തെ ആളുകൾ അവിടെ പോയി പ്രൊഡ്യൂസ് ചെയ്യുന്നു, അഭിനയിക്കുന്നു. ഈ ഒരു സൗത്ത് ഇന്ത്യൻ ഇപ്പം മുന്നേ മലയാള സിനിമ തമിഴ് കന്നഡയായിരുന്നു, പിന്നെ സൗത്ത് ഇന്ത്യൻ സിനിമയായി. ഇപ്പോൾ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആർക്കും എവിടെയും എന്തും കൊളാബറേറ്റ് ചെയ്യാന്നുള്ള ലെവലിലേക്ക് ഈ ഒരു മാറ്റം എങ്ങനെയാണ് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ട്രസ് എന്നുള്ള രീതിയിൽ ചേച്ചി നോക്കി കാണും? ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും അങ്ങോട്ടുള്ള കോണ്ടന്റ് ഒക്കെ എല്ലാവർക്കും കാണാം. എല്ലാവരും എല്ലാത്തരം കോണ്ടന്റിനോടും എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ ഇപ്പോൾ ഞാനും അനുരാഗുമായിട്ടുള്ള സൗഹൃദം തന്നെ കുറേ വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഫുട്ടേജ് എന്ന് പറയുന്ന സിനിമയും ഞാൻ മറ്റേ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ പറയുമ്പോൾ ഈ ഇത്തരത്തിലുള്ള സിനിമയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തുടക്കം തൊട്ടേ ഇതിൽ കൗതുകം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സിനിമ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, കണ്ടു നോക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ വളരെ താല്പര്യത്തോടു കൂടി അദ്ദേഹം ഇരുന്ന് കണ്ടത്. അതുകൊണ്ടാണ്. അങ്ങനെ ആ ബൗണ്ടറീസ് ഒക്കെ ഇല്ലാതായി പോകുന്നതിന്റെ ഒരു ഗുണം ഇങ്ങനെയായിരിക്കും. ഇപ്പോൾ അനുരാഗ് കശ്യപ് എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഒരു സിനിമയുമായിട്ട് അഭിനയിക്കുന്നുണ്ടാവും, പക്ഷെ ഇങ്ങനെ പ്രസന്റ് ചെയ്യുന്നതുമൊക്കെ ചിലപ്പോൾ അത് ആ ഭാഗ്യം ഞങ്ങൾക്കായിരിക്കും. ഞാൻ അദ്ദേഹത്തിന്റെ വലിയൊരു ആരാധനയാണ്. അദ്ദേഹം എന്തെങ്കിലും പ്രമോഷൻ പരിപാടിക്ക് ആഫ്റ്റർ റിലീസ് ഒക്കെ കേരളത്തിൽ വരാൻ സാധ്യതയുണ്ടോ? പ്രതീക്ഷിക്കാമോ? വരുമായിരിക്കും, അറിഞ്ഞൂടാ, ചോദിച്ചു നോക്കാം. കാരണം ഇത് അദ്ദേഹത്തിന്റെ ഒരു ഇപ്പൊ അനുരാഗ് കശ്യപ് എന്നുള്ള പേര് കാണുമ്പോൾ നമുക്കൊരു ഒരു ഇത്തരത്തിലുള്ളൊരു സിനിമയായിരിക്കും. ഭയങ്കര ഡെയറിങ് ആയിട്ട് ഒരു പാത്ത് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് പോലെയുള്ള ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഈ സിനിമയുടെ സ്വഭാവം ഒരുപക്ഷെ അദ്ദേഹത്തിന് റിലേറ്റ് ചെയ്ത് കാണും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങോട്ട് സിനിമകൾ കുറച്ചൊരു ചില വയലൻസ് മൂഡൊക്കെയുള്ള പടങ്ങളാണ് അദ്ദേഹത്തിന്റെ മിക്കതുള്ളത്. അതെ അതെ, എന്താണ് അടുത്തത് സംഭവിക്കാന്ന് പറയാൻ പറ്റാത്ത രീതിയിലാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ. അപ്പോൾ ആ ഒരു ഫ്ലേവർ ചിലപ്പോൾ ഇതിലും അദ്ദേഹം കണ്ടു കാണും. ശരിക്കും ഇത് സെൻസറിലേക്ക് പോകുമ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് ന്യൂഡ് കണ്ടന്റുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഏതോ 18+ ആണ്. അപ്പം ഏതെങ്കിലും പോർഷൻസ് കട്ട് ചെയ്ത് പോകും, അങ്ങനത്തെ ടെൻഷൻസ് ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ സ്റ്റാൻഡ് ബൈ ആയിട്ടുള്ള ഓപ്ഷൻ എന്തായിരിക്കും പ്ലാൻ ചെയ്തിരിക്കുന്നത്? ടെൻഷൻ ഉണ്ട്, പക്ഷെ പ്ലാൻ ചെയ്തിട്ടില്ല. കാര്യം ഇതൊന്നും കളയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. എന്തെങ്കിലും മാറ്റി എൻ്റെ കഥേനെ ബാധിക്കും. അപ്പോൾ അതെങ്ങനെ നിങ്ങൾ ഓവർകം ചെയ്യും? സപ്പോസ് അങ്ങനെ കണ്ടന്റുകൾ ഒരു പക്ഷേ മേ ബി സെൻസർ ബോർഡിൽ പറയാതിരിക്കാം. എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാവും, എന്തെങ്കിലും ഓപ്ഷൻ കണ്ടുപിടിച്ചാൽ പറ്റും. അങ്ങനെയാണ്. ഇപ്പോഴൊന്നും ആലോചിച്ചിട്ടില്ല. ഇല്ല, ഇത് നമുക്ക് എഡിറ്റ് പടം കണ്ടു കഴിയുമ്പോൾ ഓവറോൾ അങ്ങനെ കൂടെ നോക്കില്ലായിരുന്നു. ഓവറോൾ ഒരു സിനിമയുടെ സ്വഭാവം കൂടി നമ്മൾ ഇന്റൻഷനലി അങ്ങനെ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. നാച്ചുറലി മൊത്തം പടം കണ്ടു കഴിയുമ്പോൾ അവർ തീരുമാനിക്കുന്നത് നമുക്ക് ഫേവറബിൾ ആയിരിക്കും. ഇപ്പോൾ ശരിക്കും ഇപ്പോൾ ഈ സിനിമ എടുത്തേക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ ഒരു രീതിയിൽ, അപ്പോൾ ഈ സിനിമയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഷോർട്ട് ഡിവിഷൻ അല്ലെങ്കിൽ സിനിമയ്ക്ക് സിനിമയുടേതായ ഒരു ഗ്രാമർ വേണ്ട എന്നല്ലേ ശരിക്കും? അത് തന്നെയാണ്. പക്ഷേ ഇവിടെ അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ കൊമേഴ്ഷ്യലി കുറെ ഇന്ന സംഭവം എങ്ങനെ പറയാ, ഇത്ര മിനിറ്റ് കഴിയുമ്പോൾ എല്ലാരും ഫോളോ ചെയ്യുന്നുണ്ട്. ശരിക്കും അങ്ങനെ ഒരു ഗ്രാമർ എന്ന് പറയുന്നത് എല്ലാ പടത്തിനും ഒരേ ഗ്രാമർ ആവണമെന്നും ഇല്ലല്ലോ. ഇപ്പൊ നമ്മള് ചില പടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ വളരെ ഒട്ടും ഹാപ്പനിങ് അല്ലാതെ തുടങ്ങി അങ്ങനെ തന്നെ അവസാനിക്കുന്ന സിനിമകളും ഇല്ലേ. അതൊരു വളരെ എന്താ പറയാ കുറച്ച് ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെയും എത്രയോ സിനിമകളുണ്ട്. ചേച്ചി ഈ പടം കണ്ട് ഇറങ്ങുമ്പം നമ്മൾ കാണുന്ന പ്രേക്ഷകന്റെ ഉള്ളിൽ എന്ത് ഫീലോടായിരിക്കും ഇറങ്ങുന്നത്? ഞെട്ടലായിരിക്കുമോ, അതെയോ പേടിച്ചിട്ടായിരിക്കുമോ,
എന്തായിരിക്കും? ക്യാമറ ലോക്ക് ചെയ്ത് വെക്കും. അല്ല, അങ്ങനെ പേടിക്കുന്നു ഞെട്ടല ഉണ്ടാക്കുന്ന ഒരു പടമല്ല. ഒരു ഫീൽ ആയിരിക്കും എനിക്ക് തോന്നുന്നു. സസ്പെൻസ് ട്വിസ്റ്റ് അങ്ങനെ എന്തെങ്കിലും പറയുന്നതാണോ സിനിമ? അല്ല, ഇതിൽ സസ്പെൻസ് എലിമെന്റ് ഉണ്ട് തീർച്ചയായിട്ടും. ഇപ്പൊ തന്നെ ഇത് എന്താണ് ഈ സിനിമ എന്നുള്ളത് തന്നെ ഒരു സസ്പെൻസ് പോലെയാണ്. നമുക്ക് അത്രേ നമുക്ക് പറയാനും പറ്റുള്ളൂ. ഇത് കണ്ട് കഴിയുമ്പോൾ നല്ലൊരു സിനിമ, നല്ലൊരു എഫേർട്ട് ആണ് എന്ന് പ്രേക്ഷകർക്ക് തോന്നണം. നന്നായിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് പ്രേക്ഷകർക്ക് തോന്നണം എന്നേ ഉള്ളൂ. അല്ലാതെ ഇതിൽ നിന്നൊരു ഭയങ്കര മെസ്സേജോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇതിൽ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ ഈ ഇതിന്റെ ടീസറിൽ ആദ്യമേ ഒരു ഹിന്ദി പാട്ടൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ മലയാളത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു സാധനമാണ് ടീസർ വന്നത്. അപ്പം അതിൽ കാണുന്നതും ടീച്ചറിന്റെ എൻഡിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ചേച്ചിയുടെ കഥാപാത്രം ശരിക്കും പോസിറ്റീവ് സൈഡാണോ നെഗറ്റീവ് സൈഡാണോ, എന്താണ് പറയുന്നത്? ഇല്ല, ഇതില് ഒന്നും അതിനെ ഫിലോസഫിക്കലായി മറികടക്കേണ്ടി വരും. അതെ, ഒരു മനുഷ്യന് 2 വശം ഉണ്ടെന്നൊക്കെ. ഇപ്പൊ ഹിന്ദി പാട്ട് ഇപ്പൊ വന്നത് എന്താ വെച്ചാൽ, നമ്മള് എപ്പോഴും മലയാളം പാട്ട് കേൾക്കില്ലല്ലോ. അവര് കേൾക്കുന്ന പാട്ടുകളിൽ വരുന്നൊരു പാട്ടത്. അത് ജെൻസി എന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളുടെ ഒരു ലൈഫ് അതില് മേജറായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അവര് കേൾക്കുന്ന പാട്ടുകള്, അവരുടെ ജീവിതത്തിലെ വീട്ടിലെ ശീലങ്ങള്, ഇവിടെ അവരുടെ മൊമെന്റ്സ് ഉണ്ട്, അവര് കാണുന്ന കാഴ്ചകളുണ്ട്, അവർക്ക് താല്പര്യം തോന്നുന്ന കാഴ്ചകളുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഈ സിനിമയിൽ കാരണം അവര് ഷൂട്ട് ചെയ്യുന്ന ഫുട്ടേജ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ദൃശ്യങ്ങളായിരിക്കും പ്രേക്ഷകരും കാണാം. ശരിക്കും പറഞ്ഞപ്പോൾ ഈ അവർ ഷൂട്ട് ചെയ്യുന്ന ഫുട്ടേജ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളിപ്പോൾ നോർമൽ ഒരു സിനിമ നമ്മൾ എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രെയിം നമുക്ക് കട്ട് ചെയ്യാനുണ്ട്, ഇന്ന പോർഷൻ കട്ട് ചെയ്യാൻ. ഇപ്പം അതേപോലെ തന്നെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്രെയിമിൽ അവരുണ്ടാവില്ല, കുറച്ച് ലാഗൊക്കെ ചില സീനുകളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ അതാ നേരത്തെ പറഞ്ഞ ടിപ്പിക്കൽ സിനിമ ഈ പറയുന്ന ഒരു ഇല്ല, ഒരു 20 മിനിറ്റ് കഴിയുമ്പം ഒരു ഇവന്റ് ഉണ്ടാവണം, അതെല്ലാം ബ്രേക്ക് ചെയ്തിട്ടുള്ളൊരു പടമായിരിക്കും ഇത്. ഇപ്പം നമ്മുടെ സിനിമ ഇപ്പം ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ചിലപ്പോൾ സ്പീഡിലായിരിക്കും, സെക്കൻഡ് ഹാഫ് ചിലപ്പം ഇവിടെ നേരെ തിരിച്ചു വരാം, സെക്കൻഡ് ഹാഫ് ആയിരിക്കും ഭയങ്കര, നമ്മൾ നേരെ തിരിച്ചൊക്കെ ആവാം, അങ്ങനെയൊക്കെ ആവാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് മനസ്സിലായത് അത് വെച്ച് പറയുകയാണ് അതിനോടല്ല, സിനിമ കാണാൻ വരുന്ന ഇപ്പോൾ പ്രേക്ഷകർക്ക് ഇതൊരു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ട ആദ്യമേ. ശരിക്കും ഈ ഒരു സിനിമയുടെ ജോണർ ഇങ്ങനെയാണ്, ഇതിങ്ങനെ ആയിരിക്കാം എന്നുള്ളത്. ഇപ്പം അവരൊരു മഞ്ജു വാര്യർ സിനിമ, ഒരു ത്രില്ലർ സിനിമ പ്രതീക്ഷിച്ച് നോർമൽ പ്രേക്ഷകന് ഒരു സിനിമയുടെ ഫോർമാറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു സിനിമ മാറി ചിന്തിക്കുമ്പം അവൻ ആദ്യമേ ഒരു ഐഡിയ കൊടുക്കണ്ടേ, നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും ഈ സിനിമ വരുന്നത്, ക്ലാരിറ്റി കൊടുക്കണ്ടേ ശരിക്കും. ഇപ്പൊ എല്ലാവരും ഇത്തരം സിനിമകളൊക്കെ കാണുന്നവരാണ്. എല്ലാവരും നെറ്റ്ഫ്ലിക്സ് ഇപ്പം എത്രയോ OTT പ്ലാറ്റ്ഫോം എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ കുറച്ച് ആൾക്കാര് അങ്ങനെ ഇച്ചിരി ചിന്തിക്കട്ടെ എന്നും കൂടെ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി സ്പൂൺ ഫീഡ് ഒന്നും ചെയ്തിട്ടില്ല, ഒരുപാട് ഡീറ്റെയിൽ പറഞ്ഞിട്ടില്ല. അപ്പം അത് കുറച്ച് നമ്മൾ ആലോചിച്ചെടുക്കേണ്ട. കാലം മാറുന്നതിനനുസരിച്ച് സിനിമയുടെ ഫ്ലേവർ മാറുന്നതിനനുസരിച്ച് പ്രേക്ഷകരുടെ അഭിരുചിയും അവരുടെ എക്സ്പോഷറും അവരുടെ ഇതൊക്കെ ഉൾക്കൊള്ളാനുള്ള പ്രേക്ഷകരുടെ ഒരു മൈൻഡ് സെറ്റും വലുതായിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പം നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിലാണ് 18+ എന്നുള്ളൊരു ടാഗ് നമ്മൾ വെക്കുന്നത്. അത് ഏതെങ്കിലും പ്രേക്ഷകർക്ക് കുഞ്ഞുങ്ങളെ വേണ്ട, അല്ലാതെ ഒന്ന് പോയി കണ്ടു നോക്കാം എന്ന് തോന്നുകയാണെങ്കിൽ ആ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാതിൽ ഇതിൽ സ്റ്റഡ് ഇട്ടപ്പോൾ വേദന എടുത്തായിരുന്നു. ഞാൻ വന്നപ്പോൾ തൊട്ട് ചോദിക്കുന്നത്, ഞാനത് മനസ്സിലാക്കുമ്പോൾ എനിക്ക് തന്നെ വേദന എടുക്കണം. വളരെ ഇമ്പോർട്ടന്റ് വേദന എടുക്കും. ഞാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു അറിയിപ്പായിക്കോട്ടെ, നല്ല വേദന. പക്ഷേ എനിക്ക് വേദന എടുത്തില്ല. കാരണം വെച്ചാൽ ഈ ഒരു ഈ ആരും ചെയ്യാത്തൊരു വരാം, ഒരു നമ്പിങ് ക്രീം കിട്ടും, അത് പെരട്ട ഒരു 1 hour മുമ്പ് പെരട്ടിയാ മതി, പിന്നെ അവിടെ നമ്പായി പോകും, പിന്നെ നമ്മളറിയില്ല. ഓ അങ്ങനെ സൂചി ഭയങ്കര പേടിയാ, എനിക്ക് ഭയങ്കര പേടിയാ. അങ്ങനെ കണ്ടുപിടിച്ചൊരു ഐഡിയ ആണ്. അങ്ങനെയാണ് ചെയ്തത്. എന്ത് കഷ്ടപ്പാടാണല്ലേ. ചെവിയിലുണ്ടല്ലോ. എത്ര വർഷമായിട്ടുണ്ട് മൂക്കില്? കുറച്ചേ ഉള്ളൂ. എന്തായാലും ചേരുന്നുണ്ട്. ഞാനത് കണ്ടപ്പോൾ ചോദിക്കണം. ചേച്ചി, ഇപ്പം ഫുട്ടേജിൽ നമ്മൾ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു തോന്നലുണ്ടായി എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഈ ഒരു സിനിമ അല്ല, മറ്റേ ഇത് എന്താണ് ഫ്ലെക്സ് ബാക്കിൽ മറ്റേ ഇതൊക്കെ വീണ് കഴിയുമ്പോൾ ഹൊററാണോ തോന്നലുണ്ടായിരുന്നു. ചതുർമുഖം. ഇപ്പൊ ഫുട്ടേജിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ലൊക്കേഷനിൽ ഒരു രസകരമായിട്ടൊരു ഫൺ മൊമെന്റ് പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിന്റെ ഷൂട്ട് തന്നെ, അതായത് ഞാൻ പറഞ്ഞതുപോലെ ഓരോ സീനും, അതായത് രാവിലെ ഒക്കെ റിഹേഴ്സൽ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഷോട്ട് എടുക്കാൻ പറ്റുന്നത് ഉച്ച കഴിഞ്ഞിട്ടൊക്കെയാണ്. കാരണം അത്രയും കൊറിയോഗ്രാഫിയും അത്രയും മൂവ്മെന്റും അത്രയും ആർട്ടിസ്റ്റുകളുടെ കോർഡിനേഷൻ, അതിൻ്റെ ഇടയിൽ ക്യാമറ, ചില ഘട്ടങ്ങളിൽ ആർട്ടിസ്റ്റ് തന്നെ ക്യാമറ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന
ഒരു മൊമെന്റ്സ് ഒരേ സീനിലുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹാൻഡ് ഓവർ ചെയ്യുക. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഓരോ സീനും എടുത്തു കഴിയുമ്പോൾ പിന്നെ ചേട്ടന്റെ അടുത്ത് ഓക്കെ ലൈക്ക് ഷോട്ട് ഓക്കെ എന്ന് കേൾക്കാൻ വേണ്ടി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഫുൾ ചെക്ക് ചെയ്യണമല്ലോ. ഒരു ഭാഗം മാത്രമല്ല, ഫുൾ ഷോട്ട് ചെക്ക് ചെയ്യണം. അത് ചിലപ്പോ ഇത്ര മിനിറ്റ് ഉണ്ടാവും, 10 മിനിറ്റ് ഉണ്ടാവും. അതെ, ഇല വീഴുന്നതിന് ഓരോ ഷോട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ സൈജുന്റെ ഷോട്ട് ഓക്കെ എന്ന് പറയുമ്പോ സെലിബ്രേഷൻ നമ്മള്. ഇല്ലെങ്കിൽ ഇത് ആദ്യം തൊട്ട് ഫുൾ ചെയ്യണമല്ലോ. ഏറ്റവും കൂടുതൽ റീടേക്ക് എടുത്തൊരു സീൻ ഏതായിരിക്കും? പല സീൻസും ഉണ്ട്. പല സീൻസ് ഉണ്ട്. ഒരുപാട് കൂടുതൽ വന്നിട്ടുള്ള മറ്റേ ചേച്ചിയുടെ ചേച്ചിക്കാണ്. ചേച്ചി എന്റെ അടുത്ത് പടത്തില് പയ്യന്നൂർ ഭാനുമതി ചേച്ചി ചേച്ചി വന്നിട്ട് പറഞ്ഞ ചേച്ചിക്ക് ഇത് ഇങ്ങനത്തെ സിനിമ ചേച്ചി അത് ചെയ്തിട്ടില്ല. അപ്പൊ എല്ലാം ഒറ്റ ടേക്കിലാണല്ലോ, മൊത്തം ഡയലോഗും പറയണം, ഇതെല്ലാം ചെയ്യണല്ലോ. അപ്പൊ ചേച്ചി എന്റെ അടുത്ത് മോളെ ആ കുട്ടിയുടെ അടുത്തൊന്ന് മുറിച്ച് ചെയ്യാൻ പറ. അപ്പൊ ഞാൻ പറഞ്ഞ ചെയ്ത് അങ്ങനെ മുറിച്ച് ചെയ്യാൻ പറ്റില്ല, അതെല്ലാം ഇത് എന്ത് സിനിമയാണ് മോളെ, അതൊന്ന് ഭയങ്കര വിഷമം. ചേച്ചിക്ക് സിൻസിയറായിട്ട് വിഷമാണ്. ചേച്ചി ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ചേച്ചി കാരണം തെറ്റുന്നു, വീണ്ടും എടുക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോ ചേച്ചി കുറെ ചേച്ചി 4 മണിക്ക് എന്നിട്ട് പഠിക്കും ഡയലോഗ് പഠിക്കും. 4 മോനെ ഞാൻ 4 മണി തൊട്ട് പഠിക്കണം. എന്താ പൂജ ചെയ്തത് ഭയങ്കര രസമാണ്. അതായത് പുള്ളിക്കാരത്തി ഡബ് ചെയ്യാൻ വന്നപ്പോ പുള്ളിക്കാരത്തി ചേച്ചിയുടെ ഫ്രണ്ടും കൂടെ ഉണ്ട്. അപ്പൊ ഞാനും ഷെബും രമ്യ അമീഷനും കൂടെയാണ് വെറുതെ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞ് ഇതിലേക്ക് വരും. അപ്പൊ ചേച്ചിക്ക് ഡൗട്ടായി, വേറൊരു ആളിനെ കൊണ്ട് ഞാൻ വന്നേക്കാം, എന്റെ ഡബ് ചെയ്യാൻ വേണ്ടി വന്നേക്കണേ, ഞാൻ ചെയ്ത് ശരിയാഞ്ഞിട്ട്. അപ്പൊ തന്നെ ചേച്ചി നേർന്നു, മറ്റേ പോണ വഴി എവിടെയോ അമ്പലത്തില് വഴിപാട് നേർന്നു. അപ്പൊ ആ കുട്ടി ചെയ്യാണ്ട് എന്റേത് ശരിയായാൽ ഞാൻ ഇന്ന് ചെയ്തോളാന്ന് പറഞ്ഞു. ചേച്ചിക്ക് ഈ സിനിമ ചെയ്യുമ്പോലെ ഇങ്ങനെ ഫുൾ കൺഫ്യൂഷനാണ്. നമ്മള് ഇവര് വേറെ എന്തോ പരിപാടിയാണ് ചെയ്യണത്. അപ്പൊ അങ്ങനെ ചേച്ചിക്ക് നിർത്തി പറഞ്ഞുകൂടെ, ഞാനൊരു ഡയലോഗ് പറഞ്ഞ് നിർത്താൻ മോളെ, അപ്പൊ നിങ്ങളത് ചെയ്തോ, ഞാനൊരു ഡയലോഗ് പറഞ്ഞ് നിർത്താം. അപ്പൊ നമ്മൾ നിർത്താൻ പറ്റില്ല ചേച്ചി, കണ്ടിന്യൂസ് ആയിട്ട് പറയണം. അപ്പൊ ആദ്യം ചേച്ചി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ചേച്ചി അത് പിടിച്ച് എത്തിച്ച്. ശരിക്കും അപ്പം ഇങ്ങനെ ഈ ഒരു സിനിമയുടെ മൂഡ് സിംഗ് സൗണ്ട് ആയിരുന്നു. സിംഗ് സൗണ്ട് ആണോ? സിംഗ് സൗണ്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. കാര്യം ഇത്രയും ഒന്നത് കുറെ നമ്മൾ ഒരുപാട് അല്ലാതെ എലമെന്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, വിൻഡും. അപ്പൊ ഇതെന്തായാലും ഇത് മൊത്തം സിംഗ് സൗണ്ട് എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഒട്ടും നമുക്ക് കിട്ടിയ സ്ഥലങ്ങളൊക്കെ ആണെങ്കിലും സിംഗ് സൗണ്ട് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലങ്ങളും ആയിരുന്നില്ല. ഗായത്രിയുടെ കരിയറിൽ ഒരു ബ്രേക്ക് ആയിരിക്കും സിനിമ എന്നാണ് എന്റെ വിശ്വാസം. ഡെഫിനറ്റ്ലി അതെ, അന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അങ്ങനെ തന്നെ ആവട്ടെ, അങ്ങനെ തന്നെ ആവട്ടെ. താങ്ക് യു. ഇതിൽ എടുത്തു പറയേണ്ടതാണ് ഗായത്രിയുടെയും വിശാഖിന്റെയും ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. അത് ഈ സിനിമ കാണുമ്പോൾ തന്നെ അഗൈൻ മനസ്സിലാവുള്ളൂ. കാരണം അത്രയും അവരുടെ വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു പരിധി വരെ അതിലും കുറവായിരുന്നു ഇത് ഞാൻ ഇടേണ്ടി വന്ന ഫിസിക്കൽ എഫേർട്ട് എന്ന് പറയുന്നത്. അത്രയും വിശാഖും ഗായത്രിയും ഇതിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ പ്രീ പ്രൊഡക്ഷനിലൊക്കെ ചേച്ചി ഇൻവോൾവ് ആയിരുന്നു? എത്ര നാളെടുത്ത് ഇപ്പൊ ഇങ്ങനെ ഇത്രയും കമ്പോസ് എടുക്കേണ്ട ഒറ്റ ഷോട്ടിലാണ്? ഏറ്റവും ലെങ്ത് ഉള്ളതൊക്കെ നമ്മൾ റിഹേഴ്സ് ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അതെല്ലാം നമ്മളൊരു ഫോണിലൊക്കെ എടുത്തത്. അപ്പം ഇവർക്കൊരു ഐഡിയ കിട്ടുള്ളൂ ആ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ എങ്ങോട്ട് മൂവ് ചെയ്യണം, അവിടെ പോയിട്ട് എന്താ ചെയ്യേണ്ടത്. പക്ഷെ ഇത് ഇത്രയും സെറ്റപ്പും ക്യാമറയും ലൈറ്റും ആൾക്കാരും അങ്ങനെ അത് നമുക്ക് ശരിക്കും അവിടെ പോയി തന്നെ ചിമ്മിനി ഡാം ഫോറസ്റ്റ് ഏരിയയിലാണ് നമ്മള് ഷൂട്ട് ചെയ്തത്. കുറെ ഭാഗങ്ങള് 90% അവിടെയായിരുന്നു അല്ലേ? 90 പക്ഷെ അത്യാവശ്യം. ഇപ്പൊ ഇതില് റിഹേഴ്സൽ ചേച്ചി ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഞാൻ ചോദിച്ചാണ്, ഈ പുറത്തൊക്കെ നമുക്ക് ഇപ്പോൾ എത്ര വലിയ നടനോ നടിയായാലും ഒരു സിനിമയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവർ അതിന്റെ മേക്കപ്പ് ടെസ്റ്റ്, അതിന്റെ ഒരു ഓഡീഷൻ പോലെ വെക്കും. നോർമൽ ഓഡീഷൻ അല്ല, ബട്ട് സ്റ്റിൽ അവരൊന്ന് അഭിനയിച്ച് നോക്കിയതിന് ശേഷമാണ് അവർ ഫിക്സ് ചെയ്യത്തുള്ളൂ. അപ്പം നമ്മളുടെ മലയാളത്തിൽ അങ്ങനെ ഇല്ല, നോർമലി ഇല്ല. അപ്പം ഇപ്പൊ ചേച്ചിയുടെ അടുത്ത് അങ്ങനെ ഒരു ഇത്, ഇപ്പം ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഓഡീഷൻ വേണമെന്ന് പറഞ്ഞാൽ ചേച്ചി അത് സ്വീകരിക്കുക? തീർച്ചയായിട്ടും, എന്തുകൊണ്ടില്ല, തീർച്ചയായിട്ടും സ്വീകരിക്കും, തീർച്ചയായിട്ടും സന്തോഷത്തോടെ. കാരണം അത് നമുക്ക് തന്നെ സ്വയം ഒന്ന് പോളിഷ് ചെയ്യാനും ഒക്കെയുള്ളൊരു അവസരമല്ലേ, അത് തീർച്ചയായിട്ടും. രജനീകാന്തിന്റെ കൂടെയുള്ള സിനിമയുടെ ഒരു അപ്ഡേറ്റ് എന്താണ്? അത് അതിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു, വേട്ടയൻ എന്നാണ്. എന്നത്തേക്കായിരിക്കും? എന്തെങ്കിലും ക്യാരക്ടർ എന്തെങ്കിലും പോട്ടെ. രജനി സാറിന്റെ കൂടെയാണ്. ഇതിന്റെ കഥയോ കിട്ടുന്നില്ല, അതിന്റെ കഥയെങ്കിലും പറ. എന്തെങ്കിലുമൊക്കെ
അതിന് എന്താണ് കഥാപാത്രം, എന്തെങ്കിലും പറയാൻ പറ്റുമോ ചേച്ചി? അതിൽ രജനി സാറിന്റെ ഭാര്യയായിട്ടാണ് അഭിനയിക്കുന്നത്, പെയറായിട്ടാണ്. എന്ത് മൂടായിരിക്കും ആ സിനിമ? അത് ഔട്ട് ആൻഡ് ഔട്ട് രജനികാന്ത് പടം തന്നെയാണ്. പക്ഷെ എനിക്ക് അതിൽ കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ളത് ജയ് ഭീം എന്ന് പറയുന്ന നല്ലൊരു സിനിമ ഡയറക്റ്റ് ചെയ്ത ജ്ഞാനവേൽ സാറാണ് അതിന്റെ സംവിധായകൻ. ഇപ്പൊ രജനീകാന്ത് എന്ന വലിയ സ്റ്റാറിനോടൊപ്പം അഭിനയിക്കുന്ന അത്രയും തന്നെ, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കൂടുതൽ എക്സൈറ്റ്മെന്റ് എനിക്ക് ആ ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. കാരണം രസമുള്ളൊരു സിനിമയും കൂടി ആയിരിക്കുമല്ലോ. അപ്പൊ ഒരു രജനീകാന്ത് എന്ന ഒരു സ്റ്റാർഡം പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ജയ് ഭീം എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ കണ്ട ഒരു ക്വാളിറ്റി, അപ്പൊ അതിന്റെയും കൂടി എന്തായാലും മിക്സർ തീർച്ചയായിട്ടും സിനിമയിൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നത്തേക്കായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്? കൃത്യം ഡേറ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഒക്ടോബർ നവംബർ എന്നൊക്കെ സൂചിപ്പിച്ചിരുന്നു. അതിപ്പോഴും അതേ രീതിയിലാണോ അതിന്റെ വർക്ക് നടക്കുന്നതെന്ന് എനിക്കറിയില്ല. ഷൂട്ടിംഗ് ഒക്കെ എന്തായാലും ഫുള്ളായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. പോസ്റ്റ് പ്രൊഡക്ഷൻ ഡബ് ചെയ്തിട്ടില്ല, ഞാൻ ഡബ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ചേച്ചി, ഇത്രയും വർഷത്തെ കരിയറിന് ഇടയിൽ നമുക്കിപ്പോൾ വന്ന പല സിനിമകൾക്കും വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളും കൂട്ടായ്മകളൊക്കെ ഉണ്ടാവും. അപ്പം ആദ്യം തൊട്ട് ഇങ്ങ് വരെയുള്ള സിനിമകൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും കണക്റ്റായിട്ട് നിൽക്കുന്ന ഒരു സിനിമ, അല്ലെങ്കിൽ സിനിമയല്ല, ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അവരുമായിട്ട് എപ്പോഴും ആ ഒരു സിനിമയുടെ ആളുകളായിട്ട് ഒരു ഇഷ്ടം കൂടുതലുണ്ട്. അങ്ങനെ പറയാം, അങ്ങനെ ഏതെങ്കിലും സിനിമ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ക്രൂ ഉണ്ടാവുമോ? അല്ല, എല്ലാം വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഇത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് വാട്സാപ്പ് ഗ്രൂപ്പ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഗ്രൂപ്പ് മോഹൻലാൽ എന്ന് പറഞ്ഞ സിനിമ ചെയ്തിരുന്നു. അപ്പൊ അതിൽ വർക്ക് ചെയ്തിരുന്ന എല്ലാവരും ആ ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ട്. സാജിദും സുനീഷും അതിൽ അഭിനയിച്ച എല്ലാവരും. അപ്പൊ അങ്ങനെ എല്ലാവരും ചേർന്നിട്ടുള്ള ഗ്രൂപ്പ് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രോളും തമാശകളും ഒക്കെ ആയിട്ട് പങ്കിട്ട് പോകുന്നു. ഓക്കെ, നമ്മൾ തമിഴ് സിനിമയെ പറ്റി പറഞ്ഞു കഴിയുമ്പോൾ രജനീകാന്ത് സാറിൻ്റെ കൂടെയുള്ള പടം വരുന്നു, പിന്നെ വിടുതലൈ 2 വരുന്നു, വിജയ് സേതുപതി. അതുപോലെ കൂടുതൽ ഇപ്പോൾ തമിഴ് സിനിമകളാണോ ഫോക്കസ് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നതല്ല, അത് അറിഞ്ഞോ അറിയാതെയോ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോജക്ട്സ് തമിഴിൽ നിന്ന് വന്നിരുന്നു. അത് ബാക്ക് ടു ബാക്ക് ഒരേ സമയത്താണ് എല്ലാത്തിൻ്റെയും ഷൂട്ടിങ്ങും പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആയിഷയ്ക്ക് ശേഷം എൻ്റെ മലയാള സിനിമയായിട്ട് പുറത്തു വരുന്നത് ഇതും ശരിക്കും ഒരു മലയാള സിനിമ എന്ന് ഇതിനെ തീർത്ത് പറയാൻ പറ്റില്ല. ഏത് ഭാഷയിൽ വേണമെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാവുന്ന ഒരു സിനിമയാണ്. അപ്പോൾ തുടർച്ചയായിട്ട് ഞാൻ കുറച്ച് നാള് തമിഴ് സിനിമയുടെ ഷൂട്ടിങ്ങിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട്. മിസ്റ്റർ എക്സ് എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. മനു ആനന്ദാണ് അതിൻ്റെ സംവിധായകൻ, ആര്യാണ് അഭിനയിക്കുന്നത്. വിടുതലൈ 2 വെട്ടുമാരൻ സാറിൻ്റെ കൂടെ വീണ്ടും വർക്ക് ചെയ്തു. വിജയ് സേതുപതിയാണ് അതിൽ അഭിനയിക്കുന്നത്. പിന്നെ വേട്ടയൻ രജനി സാറിൻ്റെ കൂടെ ജ്ഞാനവേൽ ഡയറക്ടറുണ്ട്. ഇത് കഴിഞ്ഞാൽ അടുത്തത് മലയാളമായിരിക്കും തമിഴായിരിക്കും? ഇപ്പൊ എമ്പുരാന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അയ്യോ, അത് ഞാൻ വിട്ടുപോയി. ഞാൻ ഉള്ളിലൊക്കെ എന്തോ ഒരു സാധനം മിസ്സിംഗ് ആണ്. പക്ഷെ ഇത് എന്റെ മൈൻഡ് ചെയ്ത് പോയി. ഉണ്ട്, 10 മിനിറ്റ് ഇന്റർവ്യൂ പോകാനുള്ള കണ്ടിട്ടുണ്ട്. എമ്പുരാൻ എന്തായി, എന്ന് വരും? അതൊന്നും രാജുവേട്ടൻ്റെ അടുത്ത് ഞാൻ ആടുജീവിതം സമയത്ത് ചോദിച്ചപ്പോൾ 25% ഷൂട്ട് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അതിന്റെ അപ്പുറത്തേക്ക് ഞാനും ഇപ്പൊ ജോയിൻ ചെയ്ത് കുറച്ച് ദിവസമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഗുജറാത്തിലെ ഷെഡ്യൂൾ നടന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് കേരളത്തിലെ ബാക്കി ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യും എന്നാണ് എൻ്റെ അറിവ്. ഈ വർഷം മുഴുവൻ ഷൂട്ടിംഗ് പോവുമായിരിക്കും. ഇനി ഇതൊക്കെ എൻ്റെ അറ്റവും വാലും ഒക്കെ അറിഞ്ഞിട്ടുള്ള അറിവുകളാണ് കേട്ടോ. അടുത്ത വർഷം എന്തായാലും സിനിമ ഇറങ്ങും. അതിന്റെ പോസ്റ്റർ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു പോസ്റ്റർ ഡിസൈൻ ചെയ്ത ആളാണ്. ആരുടെ ഒരാളുടെ ബൈറ്റിൽ പറഞ്ഞു കേട്ടോ. അതിൽ കാണിച്ചിരിക്കുന്ന ഹെലികോപ്റ്റർ അല്ലെങ്കിൽ അതിൻ്റെ അകത്തെ വണ്ടികളൊന്നും എല്ലാം റിയൽ ആണ്, CG അല്ല. വലിയ മലയാളം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സിനിമയായിരിക്കും എമ്പുരാൻ. ആയിരിക്കണം. കമ്പനിയിൽ കൊടുക്കാനാ പോലെ. അല്ല, അതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ ഒന്നും അവകാശമില്ല. തീർച്ചയായിട്ടും ലൂസിഫർ അത്രയും വലിയൊരു പ്രേക്ഷകർ അത്രയും സ്നേഹത്തോടെ സ്വീകരിച്ച സിനിമയാണ്. അപ്പം അതിൻ്റെ സീക്വലും പ്രീക്വലും ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്തും തോന്നുന്നുണ്ട്. രണ്ടും ഉണ്ട്. എൻ്റെ ഭാഗങ്ങളൊക്കെ സീക്വലാണ്. പ്രീക്വൽ ആയിട്ട്, അതായത് എനിക്ക് വെറുതെ അതും ഇതും പറഞ്ഞ് ഞാൻ മണ്ടത്തരം പറഞ്ഞിട്ട് ഇനി അത് തമ്മിലാക്കണ്ട. പക്ഷെ ഞാൻ കുറച്ച് ദിവസമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഷൂട്ട് ബാക്കിയുണ്ട് ഇനിയും. എനിക്ക് വളരെ എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു പ്രോജക്റ്റാണ്. ഈ പ്രിയദർശിനി രാംദാസ് ശരിക്കും ഒരുപാട് ഇമോഷണലി ഭയങ്കര ഡെപ്തുള്ള കഥാപാത്രമായിരുന്നു ഫസ്റ്റില്. അപ്പൊ ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ പ്രശ്നങ്ങളൊക്കെ പൊതുവേത്തിൽ ഒതുക്കിയിട്ടാണ് ഇതിലേക്ക് വരുന്നത്. അപ്പൊ ഇതിലെ കഥാപാത്രത്തിന് ഒരു ഒരിക്കലും ഒതുങ്ങുന്നില്ലല്ലോ സുമേഷ്. ആരുടെ ജീവിതത്തിലാ പ്രശ്നങ്ങൾ ഒതുങ്ങുന്നത്? എല്ലാ പുതിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എമ്പുരാനിൽ. ഇത് ആ ഒരു മൂഡ് തന്നെയായിരിക്കും കഥാപാത്രത്തെ കുറച്ചുകൂടി ഒരു മാസ് ലെവലിലേക്ക് ആയിരിക്കും. അല്ല, അത് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഏറ്റവും സെൻസ് ഉള്ള ആള് തന്നെയാണ് പൃഥ്വിരാജ് എന്ന സംവിധായകൻ. അതിനെക്കാട്ടിലും നന്നാക്കാനല്ലേ നോക്കുള്ളൂ. രാജുവേട്ടൻ്റെ അടുത്ത് എങ്ങനെ ചോദിച്ചാൽ ഒന്നും വിട്ടു പറയില്ല. ഞാൻ ചോദിച്ച എമ്പുരാൻ ഒരു വലിയ സിനിമ, അയ്യോ ഇതൊരു കൊച്ചു സിനിമയാണ്, അങ്ങനെയാണ് പറയുന്നത്. അല്ല, എന്തായാലും അതിനെക്കാട്ടിലും നന്നാക്കാൻ തന്നെ എല്ലാവരും
ഏത് സിനിമയാണെങ്കിലും നോക്കുള്ളൂ സുമേഷ്. അപ്പം അത് അങ്ങനെ തന്നെ ആവട്ടെ. മലയാളം ഇനി ഷൂട്ട് തുടങ്ങാൻ പോകുന്ന ഏതാണ് ചേച്ചി അടുത്തത്? ഒന്നും അത് ഡിസ്കഷൻ സ്റ്റേജിലാണ് എല്ലാം ഉള്ളത്. തമിഴ് ഇത് മൂന്നും കഴിഞ്ഞാൽ തമിഴും ഉണ്ട്, മലയാളവും ഉണ്ട്. ഏതാണ് എന്ന് കൃത്യം പറയാറായിട്ടില്ല. ഇപ്പൊ നിലവിൽ ഇത്രയാണ്, ഈ 4 സിനിമകളാണ് ഉള്ളത്. മിസ്റ്റർ എക്സ് ഉണ്ട്, വിടുതലൈ, വേട്ടയൻ, എമ്പുരാൻ. നാലും വലിയ സിനിമകളാണ്. വലിയ സിനിമകളാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ പോട്ടെ, തിരക്കിൽ നിന്ന് തിരക്കിലേക്കും പോട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.